പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? വിഷുകണി വിഷുകണി കൊടുക്കത്തില്ല, അതുകൊണ്ടാണ് സാർ. ലോക്കർ അടച്ചില്ലേന്ന് നീ ലോക്കറൊക്കെ തുറന്നിട്ടാണ് രണാസുനീനെ കൊടുത്ത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ശരീരം വിറ്റ് അപരാധം കാട്ടി ജീവിക്കുന്ന കുറെ പരനാറികളെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ്. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കുറച്ച് സ്വീകാര്യതയ്ക്ക് വേണ്ടി സ്വന്തം സ്വകാര്യത വിറ്റ് ജീവിക്കുന്ന കുറെ നാറികൾ. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കൊച്ചുകുട്ടികളുടെയൊക്കെ കയ്യിൽ ഫോൺ കൊടുത്ത് നിങ്ങൾ പോയി നിങ്ങൾ പെട്ട് അമ്മാതിരിയിലുള്ള അശ്ലീല പ്രദർശനമാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു ട്രെൻഡാണ്. അതായത് ഈ പറയുന്ന നമ്മുടെ പണ്ടൊക്കെ ഈ പറയുന്ന എന്താണ് നമ്മുടെ എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ പോയി കാണേണ്ടി വരും, ഒളിച്ചും പാർത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ VPN ഒക്കെ ഓണാക്കി കാണേണ്ട ഗതികേടിലൊക്കെയാണ് പലരും ഉള്ളത്. ഓക്കെ, പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കാണുന്ന ആ ഒരു രീതി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കംപ്ലീറ്റ്. കുറെ അലവലാദികളുണ്ട്, കുറെ എണ്ണം ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, രണാസുന ഉൾപ്പെടെ എന്നുള്ളതാണ്. മനസ്സിലായി? ഇതിനു വേണ്ടിയിട്ട് തുനിയത് ഒരു ലൈസൻസും ഇല്ലാതെ ഈ പറയുന്ന എവിടെയും എന്തും നദിക്ക് വെള്ളത്തിനകത്ത് ബെഡ്റൂമിനകത്ത് കാറിനുള്ളിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണിക്കുന്നു, പിന്നെ അപരാധങ്ങൾ കാണിക്കുന്നു, ഈ അശ്ലീല സംഭവങ്ങൾ ഇതൊക്കെയാണ് കുട്ടികൾ കാണുന്നത്. ഇതിനൊരു തടയിട ഇവിടെ ആരും ഇല്ല, എനിക്കൊരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറെ അപരാധിച്ചുകളാണ്. അവരൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മേടെ ഇത് എന്തിനും ലോകോടെ. അതുകൊണ്ട് കൊച്ചുകുട്ടികളുണ്ട്, ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തോ, ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തോ, മൊത്തം അടൽസൊള്ളിയാണ്. ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നല്ല ഒരു കാര്യം കണ്ടിട്ട് തുടങ്ങാം. ഓക്കെ, അത് ഞാൻ വെക്കാം. ഞാനൊരു പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും മോനും ഉണ്ട്. അപ്പം എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനം പറയുന്നവര് പറയും, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ടാവുമല്ലോ. ഞാനെന്നല്ല, ഏത് വ്യക്തിയാണെങ്കിലും, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾക്ക് കുറ്റം കേൾക്കേണ്ട വരാറുണ്ട്. അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല, അത് പറഞ്ഞോട്ടെ. പക്ഷെ റിയാലിറ്റിയില് വിത്ത് പ്രൂഫ് നിങ്ങളുടെ അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് വരരുതെന്ന് എനിക്ക് 100% നിർബന്ധമുണ്ട്. അതുകൊണ്ട് പൈസ എത്ര തന്നാലും എൻ്റെ മക്കൾക്കോ എൻ്റെ പേരിനോ എൻ്റെ ഫാമിലിയുടെ പേരിനോ, എൻ്റെ പേരൻസിന് അച്ഛനിപ്പില്ല, മരിച്ചാലും അച്ഛൻ്റെ പേരുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കോ എൻ്റെ ആങ്ങളയ്ക്കോ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കാണെങ്കിലും എന്നെ കൊണ്ടൊരു വൃത്തികേട് ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അവർ. മനസ്സിലായോ? പണം എങ്ങനെയും ഉണ്ടാക്കാം. മനസ്സിലായോ? എന്ത് വൃത്തികേടും ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന് കരുതില്ല, പണം ഒതുകില്ല എന്നുള്ളത്. സ്വന്തം മക്കളെടുത്തോ സ്വന്തം അച്ഛനമ്മമാരെടുത്തോ ഞാൻ ഇങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോട് കൂടി പറയാൻ സാധിക്കണം. അവിടെ തല കുടിഞ്ഞു പോകരുത്. എന്നവർ പറഞ്ഞില്ല, പ്രൂഫ് അടക്കം മക്കൾ വന്ന് പറയണം, അമ്മ ഇങ്ങനെ ആയിരുന്നില്ലേ, ഇതായിരുന്നില്ലേ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇതല്ലേ അമ്മ ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ച് പൈസ വാങ്ങിച്ചിട്ട് ഇതല്ലേ ശരീര പ്രദർശനമല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഇതുപോലുള്ള വൃത്തികെട്ട തൊയാർത്ഥ പ്രയോഗങ്ങളല്ലേ അമ്മ ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു ഗതികേട് നിങ്ങൾക്ക് വരരുത് എന്നുള്ളതാണ്. പെണ്ണുങ്ങൾ ശരീര പ്രദർശനം നടത്തി കഴിഞ്ഞാൽ ക്യാഷ് വീഴും. എവിടെ കൂടിയെങ്കിലും കുറെ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു കമ്പിളിൽ സാരി ചുറ്റിയിട്ട് ഇതാ വട എന്ന് പറഞ്ഞാലും ആൾക്കാർ കയറി കാണും. അത് വലിയ മഹത്തരമായി കാണരുത്. മനസ്സിലായോ? അത് ഒതകത്തില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവര് പറഞ്ഞത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ആയിരിക്കണം. പെൺകുട്ടികൾ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ജീവിക്കണം, നമ്മൾ പണം ഉണ്ടാക്കണം, ഇതൊക്കെ ചെയ്യണം. പക്ഷെ അതിനൊക്കെ ഒരു നെറി വേണം, ഒരു മാന്യത, ഉളുപ്പ്, നാണം, മാനം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വേണം. അത് വിറ്റ് കളിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എത്രയൊക്കെ ഉണ്ടാക്കിയാലും നാളെ സ്വന്തം മക്കളുടെ മുന്നിൽ തല കുനിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൈയടിക്കാൻ ആൾക്കാർ കാണും. ഇതുപോലെ എങ്ങനെയും പണം സമ്പാദിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എങ്ങനെയും ജീവിക്കട്ടെ. കാരണം അവന് ഈ പറയുന്നവൾക്കും ഇതുപോലെ ജീവിക്കണം. ഭർത്താവോ അല്ലെ വീട്ടുകാരെ വിടുന്നില്ല. ആ ഫ്രസ്ട്രേഷൻ അവള് കണ്ടാ ജീവിക്കുന്നത്. എന്നെ ആരെയും വിടുന്നില്ല, ഞാനെയും കൂടെ വിട്ടിരുന്നെങ്കിൽ ഞാനും കൂടെ തുണി അവത്തിട്ട് 4 ക്യാഷ് ഉണ്ടാക്കും എന്ന് പറയുന്നതാണ്. അപ്പൊ ഓരോന്ന് ഇനി അടുത്തിടെ കൊച്ചുകുട്ടികൾ പോണേ
ഓരോന്നോരോന്നായിട്ടാണ്. അടുത്ത ശ്രീലക്ഷ്മിയുടെ പേര് മറ്റേ ജാസി അറിയാലോ. നല്ല പൊസിഷൻ അല്ലേ, നല്ല പൊസിഷൻ, ഒരു പ്രശ്നമില്ല. എനിക്ക് ശ്രീലക്ഷ്മി ജാസി ആയിട്ട് ഭയങ്കര റീലാണ്. ഇത് രണ്ട് അപരാധിച്ചുകളാണ്. ലെവല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീൽ എടുക്കുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന രണാസുനയുടെ പിന്നീട് അറ്റ സുഹൃത്ത് രണാസുനയ്ക്ക് വേണ്ടി ജയ് രണാസുന എന്ന് വിളിക്കുന്നത്. ഇവളെ സ്വഭാവം അത് തന്നെയാണ്. ഈ നിൽക്കുന്ന പൊസിഷനൊക്കെ കൊള്ളാം, പക്ഷെ എന്തെങ്കിലും തട്ടുന്നുണ്ടോ, കമ്പു വല്ലതും തട്ടുന്നുണ്ടോ എന്ന് ശ്രീലക്ഷ്മി നോക്കിയപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ആ പൊസിഷൻ. കാരണം ജാസിയാണ് നിൽക്കുന്നത്, പെണ്ണെന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ലഡത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ലഡത്ത് നല്ല പൊസിഷൻ. യൂട്യൂബെല്ലാം ബാൻ ചെയ്ത് കളയുന്നുണ്ട്. മതി. ഇത് രണ്ടെണ്ണം ആരെന്നറിയാമോ? ഒന്ന് പമ്പാദേവി എന്ന് പറഞ്ഞ ഒരു നാറി കിടപ്പുണ്ട്. ഇപ്പൊ ഈ അലൻ ജോസ് പെരേരയുടെ അടുത്ത് ഡോക്ടർ എന്നാണ് പറയണത്, എനിക്കറിഞ്ഞൂടാ ഈ വൃത്തിയായിട്ട്. ഇപ്പം ഈ മറ്റതെന്ന് പറയുന്നത് നിമിഷ ബിജു ലെവല്. ഇവർ രണ്ടും കൂടി ഇപ്പൊ ലെസ്ബിയൻ കപ്പിളാണ്. വന്നവന്റെ മൂലത്തിലടിക്കാൻ ഈ പറയുന്ന ഈ രണ്ട് അലവരാധികൾ ഇവള് ഇങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന രണ്ട് അപരാധിച്ചുകളും ഈ പറയുന്ന എന്താണ് സബ്സ്ക്രിപ്ഷൻ വെച്ച് വിറ്റ് ജീവിക്കുക, ശരീരം വിറ്റ് ജീവിക്കുക. ഇത് തന്നെയാണ്. ഇവരൊക്കെ പോലുള്ളവരാണ് ഈ പറയുന്ന സമൂഹത്തെ തുലയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ എന്തോ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ നിമിഷ ബിജു ഒരു റീല് കണ്ടു. ആ റീൽ എന്ന് പറയുമ്പോൾ കുളിമുറിയിൽ നിന്ന് കുളിക്കുകയാണ്, മുലക്കച്ചയ്ക്ക് കെട്ടി കുളിക്കുന്നുണ്ട്, എന്നിട്ട് സോപ്പ് കഴിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ സോപ്പ് കഴിച്ച് അവസാനം സാരി മാറ്റി വയറിന്റെ നമ്മുടെ രണാസുനിയുടെ ഭാഷയിൽ വടയൊക്കെ കാണിച്ചിട്ട് അവിടെ വെച്ച് കട്ടായിട്ടല്ലേ ബാക്കി കാണിച്ചു തരാം അങ്ങ് സബ്സ്ക്രിപ്ഷന്റെ വരെ. നിനക്കൊക്കെ സത്യം പറഞ്ഞ ഭർത്താവ് കൂട്ടുവയ്ക്കുകയാണ്, ഭർത്താവ് ഇവളെ കൂട്ടത്തിരിക്കുകയാണ്. ഇതുപോലുള്ള കുറെ അലവരാജ് ഞാൻ കുറേശ്ശെ കാണിക്കുന്നുള്ളൂ. അടുത്ത് ഇവരൊക്കെ പോകുന്നത് എന്തിനെന്നറിയാമോ? ഇവരൊക്കെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ഒരു കേൾക്കണേ. അല്ല, അപ്പം അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒന്ന് ഓപ്പന. ഞാൻ ഫ്രീ ആണെങ്കിൽ പോകും. എനിക്ക് സിനിമയുടെ ഷൂട്ടൊക്കെ ചെറിയ ഫ്രീ ആണെങ്കിൽ മാത്രം പോയാൽ മതി, ബിസി ആണെങ്കിൽ പോകരുത്. ബിഗ് ബോസിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ പോകുന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്, ഞാൻ പോകുന്നുള്ളത്. വേഷങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ആണെങ്കിൽ പോകും. പിന്നെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, ലാലേട്ടന്റെ അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉമ്മയെങ്കിലും കൊടുക്കണം. അതെ എന്തായാലും നടക്കും. ബിഗ് ബോസിൽ ലാലേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ പോകും. അതെ, ലാലേട്ടൻ ഉണ്ടാവുമല്ലോ, പിന്നെ ആരാ നടത്താം. അപ്പം ബിഗ് ബോസ് എല്ലാവരും അത്ര ആഗ്രഹമാണ് ലാലേട്ടനെ. ഇതൊക്കെ കേൾക്കട്ടെ. ഇവളൊക്കെ ഇന്നാളൊരു റീൽ ഇട്ടിട്ടുണ്ട്, എനിക്ക് ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണമെന്ന്. അത് ഞാൻ ഉറപ്പിച്ചാൽ എനിക്ക് ബിസി അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകും. എനിക്ക് അവിടെ വെച്ച് സ്റ്റേജിൽ ലാലേട്ടനെ ലിപ് ലോക്ക് കൊടുക്കുന്നു. കാരണം അമ്മയുടെ ലാലേട്ടൻ കേട്ടെന്ന് അങ്ങനെ മോങ്ങിച്ചാവും. മനസ്സിലായോ? ഇതിനെക്കാട്ടി എന്നെ അങ്ങ് എടുത്തൂടെ എന്ന് പറയും. ഇതൊക്കെ എന്തോന്നടേ, ഇതൊക്കെ എന്താണിത്? ലാലേട്ടന് ലിപ് ലോക്ക് ചെയ്യണം ആർക്ക്? ലെവൽക്ക്. അത് ബിഗ് ബോസിൽ മറ്റേ സ്റ്റേഡിയത്തിൽ കയറുമ്പോൾ കെട്ടിപ്പോയി ലിപ് ലോക്ക് കിട്ടിയാലും ഒരു ഉമ്മയെങ്കിലും ഞാൻ കൊടുക്കും. എനിക്ക് ബിസി അല്ലെങ്കിൽ പോകും. ഇവർക്കൊക്കെ എന്തോ മാനസിക പ്രശ്നമുണ്ടോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ കാണിക്കുന്നവർക്ക് എല്ലാം എന്തോ മാനസിക പ്രശ്നമാണ് ഇല്ലേ? ഇവരൊക്കെ റീലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തരപ്പോ അടുത്ത ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയൊക്കെയാണ്. ബിഗ് ബോസിൽ വന്നെന്ന് ഭയങ്കര ആഗ്രഹമാണ് സുഹൃത്തെ. ബിഗ് ബോസിൽ വരാൻ വേണ്ടിയല്ലേ ഈ കാണിച്ചു കൂടണല്ല, അതിനു വേണ്ടിയാണല്ലോ ഈ നേരം വെളുക്കുന്ന ഓരോ പരിപാടികൾ ചെയ്യണേ. ഇത് ആരെങ്കിലും കണ്ട് ബിഗ് ബോസിലേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യണത്. മനസ്സിലായില്ല? ഇത് ഇവനുള്ള കാര്യം. ഇവനാണ് അഭിലാഷ് തീട്ടന്ത്രമാണ് ഇവന്റെ പേര്. ഇവനെ കുറെ എവിടെ കിടന്ന കുറെ എണ്ണത്തിനെ വലിച്ചിറക്കിയിട്ടുണ്ട്. ഇവിടെ ഇവൻ പറഞ്ഞോ, ഇതാണ് ഇവന്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും അലവരാതിരി ഇതുപോലെ തെണ്ടിത്തനം കാണിച്ച് എങ്ങനെയെങ്കിലും തുണിയാവത്തോ അല്ലെങ്കിൽ നാളെ തെറിയോട്ടോ എങ്ങനെയെങ്കിലും അങ്ങ് റീച്ച് ആവണം ബിഗ് ബോസിലേക്ക് വിളിക്കണം. കഴിഞ്ഞ വട്ടം രണാസുനെ വിളിച്ച് ഇതുപോലെ അപ്പൊ നമ്മൾ കറക്റ്റായി പറയണേ, എനിക്കിതിൽ പോകാൻ വേണ്ടി തന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ബിഗ് ബോസ് ആണ് ഇപ്പൊ ഈ പറയുന്ന എല്ലാത്തിനും കാരണം. ബിഗ് ബോസിൽ ആരെങ്കിലും കാണണമെങ്കിൽ, അധികാരികൾ കാണണമെങ്കിൽ നിങ്ങളാണ്. ഈ സമൂഹത്തെ ഇല്ലാതാക്കുന്നത് ബിഗ് ബോസ് ആണ്. ഇങ്ങനെയുള്ള ഈ അരിഞ്ഞാടി ശരീര പ്രദർശനം നടത്തി ഒക്കെ ജീവിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ജീവിക്കുന്ന റീൽ എടുക്കുന്നവരെ നിങ്ങൾ ബിഗ് ബോസിൽ സോഷ്യൽ മീഡിയ താരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരില്ലേ? അത് കണ്ടാണ് സത്യം പറഞ്ഞ ഇവരൊക്കെ വഴിതെറ്റി പോകുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്.
ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാണല്ലോ എന്നെ ഇത് തന്നെ മാറിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ലെവലിലായി പോവും. മനസ്സിലാവുണ്ടോ? ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അത് വരാൻ വേണ്ടി മതി, വേറെ ലെവലാവുമെന്നാണ് അവൻ പറയണത്. മനസ്സിലായ? അടുത്ത പറയും ഇതേ എനിക്ക് ഒന്നും പറയാനില്ല. പാവം എന്തോ അസുഖമുള്ള ഒന്നും പറയാനില്ല. എങ്ങനെയൊക്കെ ആൾക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടില്ല എന്തെല്ലാം കാണിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു മടല് പറ്റി അവളെ പെരട്ടത്തടയ്ക്ക് ഒരു തെണ്ടികളും അവിടെ ഇല്ലല്ലോ. ഇവൾ എന്തിനാണ് കാണി ഈ ട്രാൻസ്ജെൻഡേഴ്സ് കുറെ എണ്ണം ഈ അലവലാദികളുണ്ട്. അവർക്ക് എന്തൊരു കടിയെന്ന് അറിഞ്ഞൂടെ? ഈ ജാസി എവള് ഇതൊരു ട്രാൻസ്ജെൻഡറാണ്. ഇവരൊക്കെയാണ് ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത്. കുറെ എണ്ണം എല്ലാവരെയും പറയുന്നത് വളരെ മാന്യമായിട്ട് ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കാതെ അവരായിട്ട് ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. അവരെ കൂടി ഈ എന്താണ് പിന്നീട് പേര് കളയാൻ അവരെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറെ അലവരാധികളുണ്ട്, കുറെ അപരാധിച്ചുകൾ. ഇതെന്ത് ഷൂട്ടാണ്? എന്താണ് അവർ ട്രൈ ചെയ്യുന്നത്? എന്താണ് ട്രൈ ചെയ്യുന്നത്? ഇത് വേറൊരു സാധനം. ലോക്കർ അടച്ചില്ലേ? വിഷുകണി കൊടുക്കത്തില്ല. ലോക്കർ അടച്ചില്ലേന്ന്. നീ ലോക്കറൊക്കെ തുറന്നിട്ടാണ് രണാസുനിയെ എടുത്ത് അഭിനയിക്കുന്നത്. ഈ ലോക്കർ പൊട്ടി വന്നതാണോ? അതാ വേറെ നീ എന്തിന്റെ ലോക്കർ തുറന്നത്? രണാസുനിയെ ചിരിയണ്ട. നീ എന്തിനിടയിൽ ലോക്കർ തുറന്നത്? അപ്പൊ ലോക്കർ തുറന്നിട്ട് ലോക്കർ അടയ്ക്കാൻ മറന്നുപോയി എന്നുള്ളത് അത് കണ്ട് പൊട്ടി ചിരിക്കുന്ന സാധാരണക്കാരിയായ നമ്മുടെ സ്വന്തം രണാസുന. എന്തൊക്കെ കാണണം ഇനി, എന്തൊക്കെ കാണണം ഇനി. അടുത്ത മതി. ഇതെന്തെന്നറിയാമോ? ഈ സാധനം ഏതൊരു ഉണ്ടച്ചി വന്നിട്ട് ഞാൻ കാണിച്ചില്ല. ഉണ്ടച്ചി എത്രയുണ്ട് ആ കൂടി ഈ രണാസുനി അതുപോലെ ഇത്രയേ ഉള്ളൂ. രണാസുനിക്ക് പിന്നെ സൈസ് ഇല്ല. സൈസ് കൂടി ആ കൂടി ചക്കൂരി എത്രയുണ്ട്. ഇവ മസാജ് സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ കിടത്തിയിട്ടിട്ട് തടവേണ്. ഇത് അടുത്തൊരു കേത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യുവമാർ ഇതുപോലെ ഈ പറയുന്ന അഭിലാഷ് തീട്ടം, ഈ പറയുന്ന എന്തോ കൊച്ചിക്കാരൻ എന്തിനാണ് എന്റെ പേര്, ഇങ്ങനെ കുറെ അപരാധിച്ചുകളുണ്ടല്ലോ. ഇവരൊക്കെ കുറെ റീലുകളും ഈ പറയുന്ന ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നു. ഓക്കെ, ഇവരുടെ ഏതെങ്കിലും ഒരു മുഴുവനായിട്ടല്ല, അതായത് ഇതിപ്പോ മേക്കിംഗ് ആണല്ലോ നമ്മൾ കാണുന്നത്, അതല്ലാതെ കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞ ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ തടിയൻ, ഈ പറയുന്ന അലൻ ജോസ് പെരേര, ഈ പറയുന്ന അഭിലാഷ് തീട്ടം, അങ്ങനെയുള്ള കുറെ ഉണ്ടല്ലോ. ഇവന്മാരൊക്കെ എവിടെ കിടന്ന കുറെ എണ്ണത്തിന് അവിടെ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ അങ്ങനെയുള്ളവളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ സോഷ്യൽ മീഡിയക്കകത്ത് കയറ്റിയിട്ട് ഉള്ള വേലത്തരം മൊത്തം ഇവരുടെയൊക്കെ പിടികൾ കണ്ട് ഞാൻ അമ്മക്കി കൂട്ടിയിട്ട് പിടിക്കാൻ കിട്ടിയ അവസരം എങ്ങനെയെങ്കിലും പാഴാക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് പിടിച്ച് ഉള്ള ഈ പറയുന്ന തുണ്ടുപടങ്ങളിൽ കാണിക്കുന്ന സീനുകളൊക്കെ ഷൂട്ടിംഗ് എന്നുള്ള രീതിയിൽ യുവമാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യുവമാർ എന്നെ സ്വന്തമായിട്ട് പാടുന്നുണ്ട്, എടുത്തു വെക്കുന്നുണ്ട്, അവിടെ പിടിക്കുന്നുണ്ട്, ഇവിടെ പിടിക്കുന്നുണ്ട്, മസാജ് കൊളി എല്ലാം ഉണ്ട്. ഇതെപ്പോഴും ഇത് പൂർത്തീകരിച്ച് നല്ലൊരു റീലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവര് ഈ മേക്കിംഗ് ചെയ്യുന്ന സത്യം പറയാൻ എന്തിനാണ്? ഇതൊന്നുമില്ല, ഒരു റീലും ഇല്ല. ഇതുപോലെ എടുത്ത് അവിടെ ഇവിടെ പിടിക്കുന്ന അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള കുറെ സാധനങ്ങൾ ഷൂട്ട് ചെയ്യുക, സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുക, സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുക്കുക. അവിടെ കൊച്ചു കുട്ടികൾ വരെ ഇതിനെ കണ്ടെന്ത് ചെയ്യുക, അവർക്ക് തന്നെ വഴിതെറ്റി. സത്യം പറഞ്ഞാൽ അതിന് ഒരു മാറ്റമില്ല. ഈ കുട്ടികൾക്ക് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നേ. 4 റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ 5ാമത്തെ റീല് ഇതുപോലുള്ള അപരാധങ്ങളുടെ റീല് വരും. എന്നിട്ട് അവരത് ന്യായീകരിക്കുകയും ചെയ്യും. മനസ്സിലായോ? എനിക്ക് ജീവിക്കാനല്ലേ എന്നുള്ളൊരു ന്യായീകരണവും വരും. അടുത്ത ഇത് ചൊറിച്ചിലിന് നടുവേനക്ക് വരുമ്പോ ഈ ചില ലേഡീസിന് ചൊറിച്ചിലുണ്ടാവും. അപ്പൊ ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടി ഈ ഇലയുടെ പൊക്കത്ത് കിടത്തിയിട്ട് എന്റെ കയ്യിലൊരു മിശ്രിത ഓയിലുണ്ട്. ഈ ഓയിൽ മേത്തങ്ങോട്ട് തേച്ച് അതിന്റെ നടുവേനയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. നിനക്ക് ഇത്തിരി ചൊറിച്ചില് കൂടുതലാണെന്ന് മനസ്സിലായി. നിനക്ക് ആ കൂടെ നിൽക്കുന്ന അവൾക്ക്
ഭയങ്കര ചൊറിച്ചിലാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇതൊക്കെ പ്രഹസനമാണെന്നേ. ഇത് 2 തുതി ഇട്ടിട്ട് ഇവിടെ മറ്റേ പാരച്യൂട്ടിന്റെ ഓയിലും വെച്ചിട്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായി ഞാൻ തടവി തരാം, ചൊറിച്ചിന് മാറ്റി തരാമെന്നാണ് ഇവൻ പറയുന്നത്. ഇതവൻ ഈ പറയുന്ന എന്താണ്, എവിടെയോ ഒരു വെള്ളത്തിനകത്ത് കിടന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യാൻ തയ്യാറായി ഒരുത്തി ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് ഇതിനെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ വേറെ ഒന്നും ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മേക്ക് ചെയ്യണ സാധനം കൊടുക്കുക, അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, അങ്ങ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇതിനെയൊക്കെ തടയിട ഇനി എനിക്ക് മനസ്സിലാവില്ല. ഇത് എങ്ങനെ തടയിടുമെന്ന് എനിക്കറിയത്തില്ല. എന്താ ആ സാധനത്തിനെ കാണിച്ചു തരാമേ. കിഴക്ക് സൂര്യനുദിച്ചല്ലോ, പാനിൽ പറവ പറന്നല്ലോ, ഈ നമ്മുടെ ബോഡി ഷേം എന്ന് പറയരുത്. ഈ നമ്മുടെ സർക്കസൊക്കെ കാണുമ്പോൾ പോലെ ജോക്കറിനെ പോലെ ഇരിക്കും. അത്രയ്ക്കേ ഉള്ളൂ. ആ കൊടുത്ത് പൂരേ ഉള്ളൂ ചക്കക്കൂടി. യവന്മാരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നേ, മനസ്സിലായോ? ലെവലുകൾക്ക് എങ്ങനെയെങ്കിലും വിളിച്ചടി എങ്ങനെയെങ്കിലും 4 പൈസ ഉണ്ടാക്കാൻ വേണ്ടി ലെവലിൽ ഇരിക്കുന്നു. ഇതുപോലുള്ള അവതാരങ്ങൾ യവന്മാരൊക്കെ വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇതെന്തിനാണ്? ഒന്നീ പുറത്ത് വേറൊരു പാട്ടിട്ട് നല്ലവണ്ണങ്ങൾ ഇതിട്ട് ഇതിന് റീൽ എടുക്കുന്നുണ്ട്. ഒരു തേങ്ങയില്ല. ഇത് തന്നെയാണ് നമ്മുടെ റീല്. ഇങ്ങനെ എടുക്കുക, പിടിക്കുക, വലിക്കുക, ഈ പറയുന്ന എന്തെങ്കിലും ഈ ലൈംഗികതയുള്ള സാധനങ്ങൾ ചെയ്യുക, അങ്ങോട്ട് പുറത്തോട്ട് വിടുക. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. വേറെ ഒരു പരിപാടിയില്ല. എന്നിട്ട് കൊണ്ട് ബിഗ് ബോസിൽ കയറണമെന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ, തീർന്നു. അപ്പോൾ ഇനിയും ഉണ്ട്. ഇത് ഇത്രയും പേരൊന്നും അല്ല, ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്രയും പേരൊന്നും അല്ല. ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഇതിപ്പോൾ ട്രെൻഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രണാസുനയുടെ കേസ്, ഈ പറയുന്ന നമ്മൾ ഇത്രയും ക്യാഷ് ഉണ്ടാക്കുന്നു, എന്താണ് സബ്സ്ക്രിപ്ഷൻ ഇട്ട് ഇത്രയും പൈസ ഉണ്ടാക്കുന്നു, അവിടെയൊക്കെ തുറന്നു കാണിക്കുന്നു, ക്ലീവേജ് ആയിക്കോട്ടെ, വയറായിക്കോട്ടെ, ഈ പറയുന്ന എന്തോ ആയിക്കോട്ടെ, അതൊക്കെ തുറന്നു കാണിക്കുന്നത്. ഇതൊന്നും തെറ്റല്ല എന്ന് പലരും സപ്പോർട്ട് ചെയ്തു. ഇതൊരു തെറ്റല്ല, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ചെലവിന് കൊടുക്കോ എന്നൊരു അങ്ങനെ ഒരു സംസാരം വരുന്നു. ഇത് മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രചോദനമാകുന്നു. ഇതുപോലുള്ള അപ്പൊ നമുക്കും ഇതുപോലെ ആകാം അല്ലേ? എന്തിന് നമ്മളും കഷ്ടപ്പെടണം? നമ്മൾക്ക് ഇതുപോലെ വന്ന് 4 ആൾ നമ്മളെ അറിയും. കുറെ തെറി വിളിച്ചാൽ എന്ത്, കുറെ വഴക്ക് കിട്ടിയാൽ എന്ത്, ഒരു കുഴപ്പമില്ല, എനിക്ക് പണം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ഹ്യൂജായിട്ട് ഒരുപാട് അപരാധിച്ചുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ ഓടി വരെയാണ്. എന്നെ ഒന്ന് മോൻ കാണിച്ചാൽ മതി, 4 ആൾ അറിയുമല്ലോ, ഇതുവഴി മറ്റൊരു രണാസുനിയാവാൻ എനിക്ക് പറ്റിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡ് ആൾക്കാർ. ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ വെറും ചെറുതാണ്. ഇതിനെക്കാട്ടി വലുതായിട്ട് ഇവരൊക്കെ ഇതിൽ കുറെ എണ്ണം ഈ പറയുന്ന മുണ്ടത്തില്ലേ, ഈ ചക്കക്കൂട്ട് എത്ര ഉള്ളത്. പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഞാൻ കാണിച്ചു തരുന്നു. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇതെവിടെ ഇതിന് ഒരു തടയും ഇല്ല കേട്ടോ. ഫേസ്ബുക്കിൽ നിന്ന് തുറക്കണ്ട. ഫേസ്ബുക്കിലൊക്കെ നിമിഷ പൈസൊക്കെ അങ്ങ് അഴിഞ്ഞാടേണ്. എൻ്റെ കൂടുതൽ ഭർത്താവ് എല്ലാം ഉണ്ട്. പിന്നെ 2 സഹോദരിമാരുണ്ടല്ലോ, പേര് പറഞ്ഞില്ല. 2 സഹോദരിമാര് ആട്ടി കുലുക്കി വാങ്ങണ പൈസയൊക്കെ ഉതവോ? എന്റെ അമ്മ, ഇതൊക്കെ എവിടെ പോയി നിൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുന്നത്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എടുക്കണം. ശരി.